ഹലോ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഒരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 3x3 മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെട്രിക്സിൽ നമുക്കൊരു ഡയഗണൽ വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലേ. 1ഉം 4ഉം 5ഉം കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു ഡയഗണൽ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗണലിൻ്റെ ബിലോ ആയിട്ടുള്ള എൻട്രീസിനെ നമുക്ക് 0 ആയിട്ടും ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, എക്കലോൺ ഫോം എന്നാണ് ഇവിടെ നമ്മൾ അതിനെ പറയുക. അപ്പോൾ എക്കലോൺ ഫോം ആക്കിയിട്ട് അവിടെ വരുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് നമ്മൾ റാങ്ക് ആയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് 1, 2, 6 ഇത്രയും എലമെൻസിനെയാണ് 0 ആക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം റോസിനകത്ത് എല്ലാ ഓപ്പറേഷൻസും പോസിബിൾ അല്ല. സോ നമ്മൾക്ക് അതെങ്ങനെ 0 ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ഈ 1നെയും 2വിനെയും ഈ ഡയഗണൽ എൻട്രി കൊണ്ടാണ് നമുക്ക് 0 ആക്കാനുള്ളത്. അതായത് R1 യൂസ് ചെയ്താണ് 0 ആക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു 6നെ നമുക്ക് 0 ആക്കേണ്ടത് അവിടെ വരുന്ന അതിന് മേലെ വരുന്ന ഡയഗണൽ എൻട്രി 4 ആണ്. അപ്പോൾ ആ 4 കൊണ്ടാണ് അവിടെ 0 ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ 1നെ 0 ആക്കാനായിട്ട് നമുക്ക് 2 റോസ് തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ റോസിൽ ഓരോ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ R2ൽ സെക്കൻഡ് റോയാണ് R2 എന്ന് വിളിക്കുക. ഈ R2നെ R1 യൂസ് ചെയ്ത് 0 ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ മെട്രിക്സ് വരയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 1, 2, 3 അതേപോലെ തന്നെ എഴുതുവാണ്. ദെൻ നമുക്ക് അടുത്ത ചേഞ്ച് വരുന്നത് സെക്കൻഡ് റോയ്ക്കാണ്. സെക്കൻഡ് റോയിൽ ഈ റൗണ്ട് ചെയ്തേക്കുന്ന എലമെൻറ്റിനെയാണ് 0 ആക്കേണ്ടത്. സോ R2 ഗീവ്സ്, നമ്മൾ ഏത് റോയിലാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് അതേ റോ തന്നെ നമുക്ക് ഫസ്റ്റ് എഴുതുക. R2 ഗീവ്സ് R2 മൈനസ് R1. ഓക്കെ, സോ 1 മൈനസ് 1. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 1 മൈനസ് 1 0 ആണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി 0 ആയി. ദെൻ 4, അപ്പോൾ ഇവിടെ ഇതിന് നേരെ മേലെയുള്ളത് 2 ആണ്. അപ്പോൾ 4 മൈനസ് 2 2. ദെൻ ഇവിടെ 2 മൈനസ് 3. ഏത് എലമെൻ്റാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ടോപ്പിലുള്ള R1ലെ എലമെൻറ്റ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. 2 മൈനസ് 3 മൈനസ് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 2വിനെയും 0 ആക്കണം. അപ്പോൾ നമുക്ക് അടുത്ത മെട്രിക്സിൽ ചെയ്യാം ആ ഒരു ഓപ്പറേഷൻ. 2, 6, 5 ഇപ്പോൾ ചേഞ്ചൊന്നുമില്ല, നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് ഈ 2വിനെ 0 ആക്കാനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഡയഗണൽ എൻട്രി ആയ 1നെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ആയിരുന്നെങ്കിൽ അവ രണ്ടിനും കൂടെ നമുക്ക് മൈനസ് ചെയ്യാമായിരുന്നു അല്ലേ. സോ നമ്മൾ അടുത്ത മെട്രിക്സ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോ R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിൽ ഞാനൊരു 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. R1 ഗീവ്സ് R1 ഇൻറ്റു 2 ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് 2 തന്നെ നമ്മൾ ചെയ്തത്? അതായത് ഇവിടെ 2 ആണ്. അപ്പോൾ ഈ 2ഉം ഇതേപോലെ ഇവിടെയും 2 ആയിരുന്നെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അതാണ് നമ്മുടെ ഐഡിയ. അങ്ങനെ 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6. ഓക്കെ, വേറെ ഒരു റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല, അതുപോലെ തന്നെ എഴുതുവാണ്. ഇനി നമുക്ക് ഈസിയാണ് R3ൽ 0 ആക്കാനായിട്ട്. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, അതുപോലെ എഴുതി. സെക്കൻഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല, അതുപോലെ എഴുതി. തേർഡ് റോയിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3ക്കാണ് വരുന്നത്. സോ R3 ഗീവ്സ് R3 തന്നെ നമുക്ക് ഫസ്റ്റ് എഴുതണം. R3 മൈനസ്, അപ്പോൾ അതിന് നേരെ മേലെയുള്ളത് R1. 2 മൈനസ് 2 0. 6 മൈനസ് 4 2. അതുപോലെ ഇവിടെ നമ്മൾ എഴുതുക തന്നെ ചെയ്യുക. 5 മൈനസ് 6 ആണ്, മൈനസ് 1 ആണ്. ദെൻ നമുക്കിപ്പോൾ ഈസിയായി. ഇനിതാ ഈ ഒരു എലമെൻറ്റിനെയാണ് 0 ആക്കേണ്ടിയിരുന്നത് അല്ലേ. നമ്മളിവിടെ ഫസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 0 ആക്കേണ്ടത് ഈ ഒരു എലമെൻറ്റിനെയാണ് 6. അതായത് അതിപ്പോൾ ഇവിടെ ചേഞ്ച് വന്നേക്കുവാണ് 2 ആണ്. അപ്പോൾ ഇത് 0 ആക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതായത് അതിന് മേലെയുള്ള ഡയഗണൽ എൻട്രി ഏതാണോ അതിനെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2വിന് നേരെ മേലെ വരുന്ന ഡയഗണൽ എൻട്രി ഈ 2 ആണ്. സോ R2നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടും സെയിം എലമെൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ R3 ഗീവ്സ് R3 മൈനസ് R2 ആണ് ചെയ്യാൻ പോണത്. 0 മൈനസ് 0 0. ദെൻ 2 മൈനസ് 2 0. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ വരുന്നത് -1
-1 ആണ്. അപ്പോൾ അത് പ്ലസ് ആവും. -1 + 1 നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മളിനി റാങ്ക് എഴുതാനായിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസിനെയാണ് എടുക്കേണ്ടത്. അതായത് ഇതിപ്പോൾ ഒരു 0 റോ ആണല്ലേ, ഈ റോയിനകത്തുള്ള എല്ലാ എലമെൻറ്റും 0 ആണ്. അതുകൊണ്ട് ഇതൊരു 0 റോ ആണ്. ഇവിടെ തന്നെ ഒരെണ്ണേ 0 ഉള്ളൂ, ബാക്കിയൊക്കെ നോൺ സീറോ ആണ്. അപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആണ്. മേലെയും എല്ലാവരും നോൺ സീറോ ആണ്, 0 അല്ല ആരും. സോ അതും ഒരു നോൺ സീറോ റോ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോകളെന്ന് പറയുന്നത് 1 ഉം 2 2 റോ ആണല്ലേ. മൊത്തം 3 റോ ഉണ്ട്, അതിനകത്ത് 2 റോ ആണ് നോൺ സീറോ റോസ്. സോ റാങ്ക് എന്ന് പറയുന്നത് ആൻസർ 2 ആണ്. റാങ്ക് ഈസ് ഈക്വൽ ടു 2. താങ്ക് യു.